മുതിർന്ന CPM നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ CPMൽ നിന്ന് പുറത്താക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി. മുതിർന്ന CPM നേതാവ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കാരണം പാർട്ടി സമ്മേളനത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു. EP ജയരാജനെ നീക്കിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടാണെന്നും അദ്ദേഹത്തെ നീക്കേണ്ട അനിവാര്യത പാർട്ടിക്ക് ഉണ്ടായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം പോലും അദ്ദേഹം വിവാദമുണ്ടാക്കിയ വ്യക്തിയാണെന്നും തുറന്നടിച്ചിരിക്കുന്നു MV ഗോവിന്ദൻ. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പൊതു ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാണ് EPയെ ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു. EPയെ മാറ്റിയതോ സ്വയം മാറിയതോ എന്ന കാര്യം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതിനിടയിലാണ് പാർട്ടി സെക്രട്ടറിയുടെ തുറന്ന് പറച്ചിൽ. EPയുടെ പ്രവർത്തന രംഗത്ത് പോരായ്മ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം പോലും വിവാദമുണ്ടാക്കിയ വ്യക്തിയാണ് EP ജയരാജൻ. ഇതെല്ലാം കണക്കിലെടുത്താണ് EP ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് വലിയ തലവേദനയായി മാറി. EPക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആ സമയത്ത് MV ഗോവിന്ദൻ സൂചന നൽകിയിരുന്നു. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിലും EP ജയരാജനെതിരെയുള്ള നടപടി അടഞ്ഞ അധ്യായം അല്ല എന്നാണ് MV ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മംഗലാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി BJP പാളയത്തിലെത്തിയ സംഭവത്തിൽ കടുത്ത ഭാഷയിലുള്ള വിമർശനവും പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായി. തെറ്റിദ്ധരുത്തൽ രേഖ നടപ്പാക്കിയിരുന്നെങ്കിൽ മധു മുല്ലശ്ശേരിമാർ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പുതിയ പാർട്ടി സെക്രട്ടറിയെ മധു മുല്ലശ്ശേരി കാണാൻ വന്നത് പണപ്പെട്ടിയും വിദേശ വസ്ത്രങ്ങളും വില കൂടിയ സ്പ്രേയും ഒക്കെ കരുതിയാണെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ലോഡ്ജ് നടത്തിപ്പ് ക്രമക്കേടടക്കം പലവിധ പരാതികൾ എത്തിയിട്ടും പരിഹരിക്കാത്ത പാർട്ടി നേതൃത്വത്തിന് വലിയ വീഴ്ച ഉണ്ടായെന്നും, അതായത് തിരുവനന്തപുരം പാർട്ടി നേതൃത്വത്തിന് വലിയ വീഴ്ച ഉണ്ടായെന്നും MV ഗോവിന്ദൻ തുറന്നു തന്നെ പറഞ്ഞു. MLAമാരായ G സ്റ്റീഫൻ, OS അംബിക, BK പ്രശാന്ത് എന്നിവരും മേയർ ആര്യ രാജേന്ദ്രനും അടക്കം 8 പേരാണ് പുതുതായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. സമ്മേളനത്തിലുടനീളെ വലിയ വിമർശനമാണ് പാർട്ടി പ്രതിനിധികൾ ഉയർത്തിയത്. ആ പാർട്ടി പ്രതിനിധികൾ ശക്തമായ വിമർശനം ഉയർത്തിയത് ആര്യ രാജേന്ദ്രന് നേർക്കായിരുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റി പ്രവേശനം ആര്യ രാജേന്ദ്രന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും EP ജയരാജന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ളത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ ചർച്ചയിൽ MV ഗോവിന്ദൻ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു.